നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണയിൽ ബസ് സമരം. ഫെബ്രുവരി 3-നാണ് സൂചനാ പണിമുടക്ക്. പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷനും ജില്ലാ ബസ് തൊഴിലാളി യൂണിയൻ CITU പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയും സംയുക്തമായാണ് സമരം നടത്താനൊരുങ്ങുന്നത്. അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ഐഷ ജംഗ്ഷൻ സിഗ്നൽ നിർത്തിവെക്കുക, ജൂബിലി റോഡ് ഉടൻ പ്രവൃത്തി സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. 3.5 വർഷം മുമ്പ് സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റ് ഇതുവരെയും അവിടെ അശാസ്ത്രീയമായ രീതിയിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് സ്തംഭിച്ച് കിടക്കുകയായിരുന്നു. ഇതിന് അല്പം ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മുനിസിപ്പൽ ചെയർമാനും CIയും മറ്റുള്ളവരും ബന്ധപ്പെട്ട് അത് തൽക്കാലം അത് തുടങ്ങാതിരിക്കാനുണ്ടായ കാരണം ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ ആ സിഗ്നൽ ലൈറ്റ് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്ന് മനസ്സിലാക്കി ഫ്രീ ലെഫ്റ്റ് സ്ഥാപിച്ചാൽ അതിനുശേഷം മതി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മുനിസിപ്പൽ ചെയർമാനോ അതല്ലെങ്കിൽ DYSPയോ ബന്ധപ്പെട്ടവരോ അറിയാതെ ആരും അറിയാതെ ആ സിഗ്നൽ ലൈറ്റ് പുനഃസ്ഥാപിച്ചതിൻ്റെ പേരിൽ ബസ് ഉടമകൾക്കും ബസ് ജീവനക്കാർക്കും കനത്തതായ പ്രയാസങ്ങളുണ്ട്. 8-10 റൂട്ടുകളിലേക്ക് പോകേണ്ട ബസ്സുകളാണ് മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ബസ്സുകൾ ഫ്രീ ലെഫ്റ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയാണ്. ആയതുകൊണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് റോഡ് മുതൽ പട്ടാമ്പി റോഡിലേക്ക് വരുന്ന ജൂബിലി റോഡ് ഈ ഗതാഗതക്കുരുക്ക് കാരണം ഇപ്പോഴും അത് പണി പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ അവിടെയും ഗതാഗതക്കുരുക്ക് നേരിടുന്നതിൻ്റെ പേരിലും ഇതെല്ലാം വെച്ചുകൊണ്ട് അടിയന്തരമായി ഇതിന് ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുകയുണ്ടായി. ആ നോട്ടീസ് കൊടുത്തിട്ട് ഇതുവരെയും അതിനൊരു തീരുമാനം കിട്ടാത്തതിൻ്റെ പേരിൽ വീണ്ടും ഇന്ന് ഞങ്ങൾ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആയതിൻ്റെ പേരിൽ ഒരു തീരുമാനം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വരുന്ന 3-ാം തീയതി ബസ് ഉടമകളും ബസ് ജീവനക്കാരും സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ഒരു ദിവസത്തെ സൂചന പണിമുടക്ക് നടത്താൻ തീരുമാനിക്കുകയും അതിനുശേഷവും പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്നും പെരിന്തൽമണ്ണ ബസ് ഉടമ സംഘവും അതുപോലെ തന്നെ CITU യൂണിയൻ നേതാക്കളും ഒരുമിച്ച് ഇന്ന് പരാതി നൽകിയിട്ടുള്ള വിവരം എല്ലാവരെയും അറിയിക്കുന്നു. റിംഗ് റോഡുകളൊക്കെ വരുന്നത് നല്ല തന്നെയാണ് നമ്മളെ പെരിന്തൽമണ്ണ അപേക്ഷിച്ച്. പക്ഷേ ഇപ്പോൾ ചെയ്തു വെച്ച പണികൾ പൂർത്തിയാക്കലല്ലേ എൻ്റെ ഒരു ശരിയായിട്ടുള്ളത്. പത്രപ്രസ്ഥാനം നടത്താനൊക്കെ എല്ലാവർക്കും കഴിയും. പക്ഷേ ഈ ബസ് ജീവനക്കാർ അതുപോലെ തന്നെ ഈ കട്ട റോഡ് കൂടി പോയിട്ട് ബസ്സിൻ്റെ നഷ്ടങ്ങൾ വരുന്ന മുതലാളിമാർക്കും ഞങ്ങൾക്ക് സമയം നഷ്ടവും അതാണ് വലിയ പ്രധാനം. സമയനഷ്ടം ആണ്. പകുതി പോലും പണിയായിട്ടില്ല ജൂബിലി റോഡ്. ഇലക്ഷൻ്റെ മുമ്പ് അത് ഉദ്ഘാടനമൊക്കെ നടന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം അതുമ്മ ഒരു രൂപയുടെ പണി അതുമ്മ നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയാസകരമാണ് ഈ ബസ് ഓടിക്കാനുള്ള സമയക്രമം പാലിച്ചിട്ട് ബസ് ഓടിക്കാനുള്ള പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ നോട്ടീസ് കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. 2 പ്രാവശ്യമായിട്ട് ഇവർക്ക് നിവേദനം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. അപ്പം ഇനി സമരമല്ലാതെ വേറെ മാർഗമല്ല. തകർന്ന ഭാഗങ്ങൾ റിപ്പയർ ചെയ്യുക എന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ ഒരു റിംഗ് റോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്താവന കണ്ട് കൗൺസിലിൻ്റെ ഭാഗത്തുനിന്ന് അതൊക്കെ വരുന്നത് ഒരു പക്ഷേ നല്ലതായിരിക്കും. പക്ഷെ നിലവിലിപ്പോൾ പൊളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ കുറേ ഉണ്ട് പെരിന്തൽമണ്ണയിൽ. അതായത് ഇപ്പോൾ ഈ ജൂബിലി റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ഈ റോഡിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീർക്കുക. അതുപോലെ തന്നെ ഈ ഒരു അപകടം വരുത്തുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. ഇപ്പോൾ ഈ മൂസക്കുട്ടി സ്റ്റാൻഡിൽ പട്ടാമ്പി റോഡിന് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ശക്തി ബുക്സിൻ്റെ നേരെ മുമ്പിൽ അത് ആർക്കും കാണാവുന്നു. അവിടെ ഒരു വലിയ കത്തുണ്ട്. ഒത്തിരി ആളുകൾ അതിൽ വീണ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വാഹനങ്ങൾ നിർത്തി അതിലേക്ക് മറിയുന്ന വീണ കണ്ടിട്ടുണ്ട്. അത് റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിയൊരു കടങ്ങാണ്. അത് ഇതുവരെയും തീർത്തില്ല. 4-5 വർഷത്തോളമായി ആ കടങ്ങ് അവിടെ രൂപപ്പെട്ടിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ പെരിന്തൽമണ്ണയിലുണ്ട്. അതൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചാൽ മാത്രമേ ഉള്ളൂ പെരിന്തൽമണ്ണയിലെ ഒരു ഗതാഗതക്കുരുക്ക് പരിഹാരമാകുള്ളൂ. നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു.